പാടാ. നീ എന്തിനാ കാലിൽ തൊട്ട് വീഴുതേ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ കാലിൽ തൊട്ട് വീഴും, അല്ലെങ്കിൽ വേറെ ആരുടെയും കാലിൽ തൊട്ട് വീഴും. കൂടെ സ്ട്രോങ് ആയി ലൈഫ് എന്താണെന്ന് അറിഞ്ഞു. പിന്നെ കുറച്ച് എന്താ പറയണ്ട, ഏത് സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് എന്താ പറയണ്ട, അത് ബിഗ് ബോസിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാവും. ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ബിഗ് ബോസിൽ പോകണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ എന്തുവാ ഈസി അല്ലേ എന്ന് വിചാരിക്കും. പോകുന്നതിന് മുന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പട്ടായിൽ പോകണമെന്ന്. അത് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്. അപ്പോഴാണ് ഈ പറയുന്ന ഇവരായിട്ട് കൂട്ടാൻ. അപ്പം നിങ്ങൾ വെറുതെ അല്ല, ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ്. എപ്പോഴെങ്കിലും ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഒരു ടൈം നമ്മൾ പോകും. പറയുന്നവരെ കൂടെ നിൽക്കുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്, അവിടെ എന്താണ് ഞങ്ങൾ അനുഭവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെയും മൂടാൻ നമുക്ക് പറ്റത്തില്ല. ഒരു ഗെയിം ഷോയും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ശരിക്കും കുറച്ച് കഷ്ടപ്പാടുണ്ട് അതിൽ. അത് ആരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയും. കാര്യം എന്ന് പറയുമ്പം അത്ര നല്ലൊരു കലാകാരനാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമയിലാണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും ചാനൽ ഷോയിലൊക്കെ ആണെങ്കിൽ പുള്ളി തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബിഗ് ബോസിലോട്ട് പോകുന്നതിന് ശേഷമാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ പുള്ളിക്കാരനെ പോയി കണ്ടിരുന്നു. പുള്ളിയുടെ ഇപ്പോൾ കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. കാര്യം വരട്ടെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. പിന്നെ ഇപ്പോൾ ആ ഹോട്ടൽ വീണ്ടും പിന്നെ ഇത്രയും വലിയൊരു കലാകാരൻ എന്ന് പറയുമ്പം, എസ്പെഷ്യലി ഈ പുള്ളിക്കാരൻ എന്ന് പറയുമ്പം അത്ര നല്ലൊരു കലാകാരനാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമയിലാണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും ചാനൽ ഷോയിലൊക്കെ ആണെങ്കിൽ പുള്ളി തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അതെ മലയാളിയുടെ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ആഗ്രഹം. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഹോട്ടൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പന്തളത്ത് തന്നെ. അപ്പം പോകണം, എനിക്ക് പോകണം. അന്ന് ഞാൻ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഉല്ലാസ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഒരു ദിവസം അതെ ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മളെ പന്തളം ജംഗ്ഷൻ തന്നെയാണ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഉല്ലാസ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ് അന്ന് ആരെങ്കിലും ഒരാളോട് ചോദിച്ചാൽ മതി, ഓട്ടോച്ചേട്ടന്മാരുടെയൊക്കെ ചോദിച്ചാലും മതി. അപ്പോൾ അവർ റെസ്റ്റോറൻറ്റ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് പോയി ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ഫുഡാണ്. ഇതിലാണോ? ഇത് ഏത് മീഡിയ? ബിഗ് ബോസിലെ ലൈഫ് നല്ലതാണ്. കാരണം ബിഗ് ബോസിന് മുന്നേ അതിന് ശേഷമുള്ള ലൈഫും രണ്ട് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആയി ലൈഫ് എന്താണെന്ന് അറിഞ്ഞു. പിന്നെ കുറച്ച് എന്താ പറയണ്ട, ഏത് സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് എന്താ പറയണ്ട, അത് ബിഗ് ബോസിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാവും. ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ബിഗ് ബോസിൽ പോകണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ എന്തുവാ ഈസി അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമ്മളൊരു വീട്ടിനകത്ത് ഫോണും വാച്ചും പുറലോകവുമായി ഒരു ബന്ധമില്ലാണ്ട് നമ്മുടെ പാരൻസുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടെ ഉള്ളവരും എല്ലാം നമുക്ക് അറിയാത്തവരും അറിയാവുന്നുള്ളവരും. അപ്പം ഒരു ഗെയിം ഷോയും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ശരിക്കും കുറച്ച് കഷ്ടപ്പാടുണ്ട് അതിൽ. അത് ആരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയുള്ളൂ. അതെ, നെഗറ്റീവ് ഇപ്പോഴും പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ പോസിറ്റീവ് പറയുന്നവരെ കൂടെ നിൽക്കുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്, അവിടെ എന്താണ് ഞങ്ങൾ അനുഭവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെയും മൂടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ നമ്മൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ തേടി പോവാറുള്ളൂ. ഞാൻ പൊതുവേ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്തിനാ വെറുതെ ഇരിക്കുന്നവർ മാത്രമാണ് ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ളടത്തൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സന്തോഷവും നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് അത് നോക്കി പോവുക, അത്രയേ ഉള്ളൂ. പോകാൻ ഞങ്ങൾക്ക് കുറച്ച് തിരക്കാണ്, എനിക്ക് പോകണം. ഈ ഒരു സമയമുണ്ട്, അതൊക്കെ അതിൻ്റെ സമയമുണ്ട്. ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പട്ടായിൽ പോകണമെന്ന്. അത് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്. അപ്പോഴാണ് ഈ പറയുന്ന ഇവരായിട്ട് കൂട്ടാൻ. അപ്പം നിങ്ങൾ വെറുതെ അല്ല, ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ്. എപ്പോഴെങ്കിലും ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഒരു ടൈം നമ്മൾ പോകും. ഇറങ്ങിയതിന് ശേഷം എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ടില്ല, വളരെ കുറച്ച് പേരോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. Okay.
ഓരോരുത്തർ ഹലോ ഒരു മിനിറ്റ് look. വാലന്റൈൻസ് ഡേ എന്താ പരിപാടി? അതാരാ? എനിക്കൊന്നുമില്ല. എനിക്ക് എവിടത്തെ വാലന്റൈൻസ്, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. വാലന്റൈൻസ് എവിടെ പേര് കേരള സമാജത്തിന്റെ പ്രോഗ്രാമാണോ? അങ്ങനെ എന്തോ ആണ്, നോക്കട്ടെ. എവരറിയാമോ? ആൾക്കാരൊക്കെ കാലിൽ വന്ന് തൊട്ട് തൊഴുന്നൊക്കെയാണ്. അയ്യോ, അത് ഒരു മോനൊന്നും അല്ലവൻ. എവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അതോ നിക്കുന്നു. ഇപ്പഴും വാടാ. നീ എന്തിനാ കാലിൽ തൊട്ട് തൊഴുതേ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ കാലിൽ തൊട്ട് തൊഴും, അല്ലെങ്കിൽ വേറെ ആരുടെയും കാലിൽ തൊട്ട് തൊഴും. ആ ശരി അമ്മ, ശരി. ആ എടുത്തു. കാർ കിട്ടിയോ? ഏഷ്യന് കാർ കിട്ടിയിട്ടില്ല. കാർ ഉടനെ കിട്ടും. നല്ല രസം. ഒരു ദിവസം 3 ഇനാഗ്രേഷൻ ഒക്കെ ആണല്ലോ. ചേട്ടാ കണ്ടുപിടില്ല ചേട്ടാ, ജീവിച്ച് പോട്ടെ ചേട്ടാ. എല്ലാവരും കണ്ടുവെക്കില്ല. അങ്ങനെ കുറെ ഇനാഗ്രേഷൻ ഇല്ല, ഞാൻ ചെന്ന്